മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 13-ാമത്തെ വാക്യം ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 33 വേഴ്സ് 13. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യൻ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഒരിക്കൽ മദർ തെരേസയെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു, മഹതി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയം തന്നെ. നിങ്ങൾ എല്ലാവർക്കും അപ്പവും മീനും നൽകുന്നു. എന്നാൽ മീൻ പിടിക്കാൻ ആവശ്യമായ വലയും വഞ്ചിയും വാങ്ങിക്കൊടുക്കുകയല്ലേ ശരിയായ പ്രവൃത്തി? ചോദ്യത്തിലെ മുൾമുന മദറിന് മനസ്സിലായി. നിരാലംബരെ സംരക്ഷിക്കുന്നതിനുള്ള ജുഗുപ്സയാണ് പ്രതിപാദ്യം. മറുപടി ആയിട്ട് മദർ പറഞ്ഞു, സ്നേഹിത, എന്റെ മക്കളെ കണ്ടാലും അവർ തനിയെ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്തവരാണ്. ഈ അവസ്ഥയിൽ നാം അവർക്ക് അപ്പവും മീനും നൽകണം. അവർക്ക് തനിയെ എണീറ്റ് നിൽക്കാൻ പ്രാപ്തി വരുമ്പോൾ ഞാൻ അവരെ നിങ്ങളെ ഏൽപ്പിക്കാം. അന്ന് അവർക്ക് വലയും വഞ്ചിയും വാങ്ങിക്കൊടുക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അന്ന് സംശയം ചോദിച്ചയാളെ പിന്നീടൊരിക്കലും മദർ കണ്ടിട്ടില്ല. അതെ, മൃഗങ്ങളെയല്ല ബലി നടത്തേണ്ടത്, മനുഷ്യനിൽ തന്നെയുള്ള മൃഗതുല്യമായ അവസ്ഥയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുക. കർത്താവ് എന്നെ അവന്റെ ഇഷ്ടമനുസരിച്ച് നയിക്കട്ടെ, രൂപപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.